വചനവീഥിയിലൂടെ ഫാദർ ജെ.ബി. പുത്തൂർ. വിശുദ്ധ മത്തായി രചിച്ച യേശുവിന്റെ സുവിശേഷം, അധ്യായം 9, 35 മുതൽ 38 വരെയുള്ള വാക്യങ്ങൾ. വിളവിന്റെ നാഥനോട് പ്രാർത്ഥിക്കുവിൻ. യേശു അവരുടെ സിനഗോഗുകളിൽ പഠിപ്പിച്ചും രാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിച്ചും എല്ലാ രോഗങ്ങളും വ്യാധികളും സുഖപ്പെടുത്തിയും എല്ലാ നഗരങ്ങളിലും ഗ്രാമങ്ങളിലും ചുറ്റി സഞ്ചരിച്ചു. ജനക്കൂട്ടങ്ങളെ കണ്ടപ്പോൾ യേശുവിന് അവരുടെ മേൽ അനുകമ്പ തോന്നി. അവർ ഇടയനില്ലാത്ത ആടുകളെ പോലെ പരിഭ്രാന്തരും നിസ്സഹായരുമായിരുന്നു. അവൻ ശിഷ്യന്മാരോട് പറഞ്ഞു, വിളവധികം, വേലക്കാരോ ചുരുക്കം. അതിനാൽ തന്റെ വിളഭൂമിയിലേക്ക് വേലക്കാരെ അയക്കാൻ വിളവിന്റെ നാഥനോട് പ്രാർത്ഥിക്കുവിൻ. അവന് അവരോട് അനുകമ്പ തോന്നി. എന്തിന്റെ അടിസ്ഥാനത്തിൽ? യേശുവിന്റെ പരസ്യ ജീവിത കാലഘട്ടത്തിലെ പ്രവർത്തനങ്ങൾക്കിടയിൽ ചെറുതും വലുതുമായ ജനസമൂഹങ്ങളെ പലപ്പോഴും ആകർഷിച്ചിരുന്നു എന്ന് നാം സുവിശേഷങ്ങളിൽ വായിക്കുന്നുണ്ട്. ഇത്തരത്തിൽ ഒരു തരത്തിൽ ആകർഷണ വിധേയരായി യേശുവിന് ചുറ്റും ഓടിക്കൂടുന്ന ജനങ്ങളോട് പൊതുവിൽ യേശു വളരെ അനുകമ്പാപൂർണമായ രീതിയിലാണ് വർത്തിക്കുന്നതായിട്ട് കാണുന്നത്. ഇന്നത്തെ സുവിശേഷത്തിൽ സുവിശേഷകനായ വിശുദ്ധ മത്തായി ഇത്തരത്തിലുണ്ടായ ഒരു സംഭവത്തിന്റെ വിവരണം നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. ഈ വിവരണം അവതരിപ്പിച്ചുകൊണ്ട് സുവിശേഷത്തിൽ നാം വായിക്കുന്നു, അവന് അവരോട് അനുകമ്പ തോന്നി. അനുകമ്പ തോന്നാൻ എന്താണ് കാരണമെന്നും സുവിശേഷൻ പറയാൻ മറന്നില്ല, പ്രത്യേകം രേഖപ്പെടുത്തി വച്ചിരിക്കുന്നു. അവർക്ക് ലഭ്യമാകേണ്ടിയിരുന്ന തക്കതായ നേതൃത്വത്തിന്റെ അഭാവത്തിലാണ് യേശു ദുഃഖിതനാകുകയും അവരോട് അനുകമ്പ കാണിക്കാനിടവരികയും സ്നേഹവാത്സല്യത്തോടുകൂടെ അവരുടെ കാര്യങ്ങളിൽ ഇടപെടുകയും ചെയ്യാൻ ഇടവന്നത് എന്ന് പ്രത്യേകമായി സുവിശേഷം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നു. ഒരു വിധത്തിൽ പറഞ്ഞാൽ യേശുവിന്റെ ആഴത്തിലുള്ള ഈ ദുഃഖം നേതൃത്വത്തിലേക്ക് വിളിക്കപ്പെട്ടിരിക്കുന്ന ആളുകളുടെ കൃത്യവിലോപത്തിലൂടെ ഉണ്ടാകുന്ന ഒന്നായിട്ട് വേണം മനസ്സിലാക്കാൻ. ഇതിനുള്ളൊരു പരിഹാരം എന്ന രീതിയിൽ കൂടി ആയിരിക്കണം യേശു തന്റെ ഭാവനയിൽ കണ്ട സഭയുടെ രൂപീകരണം. ശരിയായിട്ടുള്ള തക്കതായിട്ടുള്ള നേതൃത്വം സമൂഹത്തിനായിട്ട് നൽകാൻ ഉദ്ദേശിക്കുക എന്നുള്ളത് യേശുവിന്റെ ഒരു ദർശനമാണ്. ഒരു വിധത്തിൽ പറഞ്ഞാൽ ചെറുതും വലുതുമായിട്ടുള്ള രീതിയിലുള്ള നേതൃത്വത്തിലേക്ക്, പല തലത്തിലുമുള്ള നേതൃത്വത്തിലേക്ക് ക്ഷണിക്കപ്പെട്ടിട്ടുള്ളവരാണ് സഭാമക്കളായ എല്ലാവരും തന്നെ. അങ്ങനെ നേതൃത്വത്തിലേക്ക് ക്ഷണിക്കപ്പെട്ടിരിക്കുന്ന സഭാമക്കൾ അവരുടേതായിട്ടുള്ള കൃത്യവിലോപത്തിന്റെ അടിസ്ഥാനത്തിൽ ഉള്ള പ്രവർത്തനത്തിന്റെ ഫലമായി മറ്റുള്ളവർക്ക് ലഭിക്കാൻ ഇടവരേണ്ട സാഹചര്യം നഷ്ടമാകുന്നതിലാണ് യേശുവിന്റെ ഹൃദയവ്യത. ഈ ദുഃഖം യേശുവിന് അന്നുണ്ടായിരുന്നു, ഇന്നും ആ ദുഃഖം യേശുവിനുണ്ടാകാൻ ഇടയുണ്ട്. ഈ ദുഃഖം ശമിപ്പിക്കുക ഈ കാലഘട്ടത്തിലെ നേതൃത്വത്തിലേക്ക് വിളിക്കപ്പെട്ടിരിക്കുന്ന ഓരോ സഭാ മകന്റെയും മകളുടെയും കർത്തവ്യമാണ് എന്ന് നാം ധരിക്കണം. അതിന് ആനുയോജികമായ രീതിയിൽ ഉത്തരവാദിത്വപൂർണമായും കർത്തവ്യബോധത്തോടും കൂടിയും നാം പ്രവർത്തന നിരതമാകുമ്പോഴേ യേശുവിന്റെ ഈ ആഴത്തിലുള്ള ദുഃഖത്തിന് ഒരു പരിധിവരെ ശമനം നൽകാൻ നമുക്ക് സാധിക്കും. ഇതിനുള്ളൊരു ആഹ്വാനം കൂടി ഇന്നത്തെ സുവിശേഷം നമുക്കായിട്ട് നൽകുന്നില്ലേ എന്ന് വിചാരിക്കുന്നതിൽ തെറ്റില്ല.